സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് ലക്ഷ്മി നക്ഷത്രയോട് പറയാനുള്ളത് താങ്കൾ വായ തുറക്കണം എന്നുള്ളതാണ്. ബിനു അടിമാലി വിഷയത്തിലോ താങ്കൾ തുറന്നു പറയണമെന്ന് അവിടെ എന്താണ് സംഭവിച്ചത് എന്ന്. താങ്കൾ ഇതുപോലെ ബിനു അടിമാലിയുടെ കൂടെ കൂടാനാണ് പ്ലാൻ എങ്കിൽ താങ്കളെ ജനം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതായത് ഓരോ തെളിവുകൾ ഇങ്ങനെ പുറത്തു വരികയാണ്. അവിടെ സ്റ്റാർ മാജിക്കിൻ്റെ ഷൂട്ടിംഗ് സ്ഥലത്താണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അന്ന് ലക്ഷ്മി നക്ഷത്ര അടക്കമുള്ള അതിൽ അഭിനയിക്കുന്ന എല്ലാ താരങ്ങളും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവരൊക്കെ ഈ ബിനു അടിമാലി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ കൂടെയാണ്. അദ്ദേഹം കരഞ്ഞു കാണിച്ചപ്പോഴേ അദ്ദേഹത്തിൻ്റെ മകളുണ്ട് എന്ന് പറയുന്ന സെൻറ്റിമെൻറ്റ്സ് കാണിച്ചുകൊണ്ട് അദ്ദേഹം ഓരോ സ്ഥലത്തും അദ്ദേഹത്തിൻ്റെ സ്ഥാനങ്ങൾ ഉറപ്പിക്കുകയാണ്. ഒരു മനുഷ്യനെ അവിടെ പട്ടിയെ തല്ലുന്നത് പോലെ റൂമിലിട്ട് തല്ലുകയാണ്. ലക്ഷ്മി നക്ഷത്രയും അതുപോലെ അതിൽ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ പുറത്തിങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ മനുഷ്യൻ്റെ കരച്ചൽ അവിടെ ആകെ മുഴുകുകയാണ് ഈ ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോഴാണ് കലാഭവൻ മധു എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ വന്നത്. അദ്ദേഹം പെട്ടെന്ന് ചോദിച്ചു, നിങ്ങളൊക്കെ മനുഷ്യരാണോ? ഒരു മനുഷ്യനെ തല്ലുന്നത് കാണുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇദ്ദേഹം വാതിൽ ചവിട്ടി തുറക്കുമ്പോൾ കഴുത്തിൽ കുത്തിപ്പിടിച്ച് അവശനായി കിടക്കുന്ന ജിൻഡോയെയാണ് കാണുന്നത്. ഇദ്ദേഹം പെട്ടെന്ന് തന്നെ ബിനു അടിമാലിയെ പിടിച്ചു മാറ്റുന്നു. അതിനുശേഷം ജിൻഡോയോട് പറയുന്നു, മോനെ ബാ, നീ പുറത്തിറങ്ങി എന്ന് പറയുന്നു. അപ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ ക്യാമറയൊക്കെ തല്ലി തകർത്തിരുന്നു. ഇത്രയും ആൾക്കാരുണ്ടായിട്ട് ഒരാൾ പോലും ബിനു അടിമാലിയുടെ നേരെ ബിനു അത് ചെയ്യരുത് എന്ന് പറഞ്ഞില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇവൻ്റെ പവർ എന്താണ്? എല്ലാവരും അവിടെ ഇവനെ പേടിച്ചിട്ടല്ലേ നിൽക്കുന്നത്. ഈ ലക്ഷ്മി നക്ഷത്ര അടക്കമുള്ള ആൾക്കാർ അവനെ പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം ഞാനിപ്പോൾ അറിയുന്നത്, അന്ന് ഈ ഷൂട്ട് ഉണ്ട് എന്നും കുറച്ച് ഫോട്ടോസ് എടുത്ത് തരണമെന്ന് ആവശ്യപ്പെട്ടത് ലക്ഷ്മി നക്ഷത്രയാണ് എന്നാണ് ഞാൻ ഇന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ലക്ഷ്മി നക്ഷത്ര ഒരു പാവപ്പെട്ട തൊഴിലാളിയാണ്. താങ്കളെ പോലെ തന്നെ ജോലി ചെയ്യുന്നതാണ്. താങ്കളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ മാജിക്കിൽ എന്തും നടക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. താങ്കൾ ഒരു പക്ഷേ അവിടെ കിടന്ന് പറയുന്നു, ഇവിടെ കിടന്ന് അടികൂടാൻ പാടില്ല, ബിനുചേട്ടാ നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്നെങ്കിലും പറയണമായിരുന്നു. ഒന്നും മിണ്ടാതെ ഒരു പാവത്തിനെ തല്ലുന്നത് നോക്കി നിന്നില്ലേ ഇതുപോലെ? ഇനി എന്തിൻ്റെ പേരിലായാലും എത്രത്തോളം നിങ്ങൾ വലിയ സ്നേഹബന്ധത്തിലായി കഴിഞ്ഞാലും ഇതുപോലെയുള്ള അനീതിക്കൊന്നും പ്രതികരിക്കാതെ താങ്കൾ എങ്ങനെയാണ് ഒരു നല്ല ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്? എത്ര പേരാണ് കേരളത്തിൽ താങ്കളെ സ്നേഹിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന ചിന്നുവിന് ഒരുപാട് ഫാൻസും കാര്യങ്ങളും കേരളത്തിലുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് വായ തുറക്കാത്തത്? ജോലി പോകുമെന്ന് പേടിച്ചിട്ടാണോ? ആ ഒരു ചാനലിൽ ജോലിയില്ലെങ്കിൽ ഇഷ്ടംപോലെ ജോലി താങ്കൾക്ക് കിട്ടുന്നത് നമുക്കറിയാം. ഒന്നും വേണ്ട, താങ്കൾക്ക് യൂട്യൂബ് ചാനൽ മാത്രം മതി. കാരണം ലക്ഷക്കണക്കിന് ആൾക്കാർ, മില്യൺ കണക്കിന് ആൾക്കാരാണ് താങ്കളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുന്നത്. അതുപോലെ എല്ലാ ചാനലുകളും താങ്കളുടെ ഒരു ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും അനീതി കാണിച്ചിട്ടും ഇത്രയും ദിവസമായിട്ടും സ്റ്റാർ മാജിക്കിലെ ഈ ലക്ഷ്മി നക്ഷത്രം മാത്രമല്ല അവിടെയിലെ ഒരാൾ പോലും മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ്? പേടിച്ചിട്ടാണ്. അതായത് ചാൻസ് പോയി കഴിഞ്ഞാലോ, ബിനു അടിമാലി എന്ന് പറയുന്ന അവനെ വിമർശിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെടൂല. അപ്പോൾ പിറ്റേന്ന് വിളിക്കുകയും ചെയ്യില്ല. അതുകൊണ്ട് ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെയുള്ള ചോറ്? അത് പറ. ഒരു മനുഷ്യൻ്റെ കണ്ണീരിൽ മുക്കിയ അരി എന്തിനാണ് നിങ്ങൾ ചോറ് വെക്കുന്നത്? തുറന്നു പറയാനുള്ള ആർജവമാണ് വേണ്ടത്. ബിനു അടിമാലി ചെയ്തത് തെറ്റാണ്. ഇന്ന് അതിൻ്റെ ഡയറക്ടർ അനൂപ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ഇദ്ദേഹത്തിന് തല്ല് കിട്ടിയെന്നും ഇദ്ദേഹത്തിൻ്റെ ക്യാമറ തല്ലി പൊട്ടിച്ചു എന്നും അതുപോലെ ഇത് ആ ഒരു ഷോയുടെ സെറ്റിലായതുകൊണ്ട് തന്നെ ഇത് ഒത്തുതീർപ്പാക്കണമെന്നാണ് ചാനലിൻ്റെ ഭാഗത്ത് നിന്നും പറഞ്ഞത് എന്നും അതുപ്രകാരം ഈ ബിനു അടിമാലിയെ 2 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. പക്ഷേ 2 മാസം കഴിയുന്നതിന് മുന്നേ തന്നെ ഇദ്ദേഹം പോയിട്ട് അവിടെ പോയി കരഞ്ഞ് കാല് പിടിച്ച് എൻ്റെ മകൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്, നമുക്കറിയാലോ ശ്രീകണ്ഠൻ നായരോട് സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷം ആ മനുഷ്യൻ കേൾക്കും. പക്ഷേ ആ മനുഷ്യൻ ബിനുവിൻ്റെ സങ്കടം മാത്രമേ കേട്ടിട്ടുള്ളൂ. ജിൻഡോൻ്റെ സങ്കടം കേൾക്കാനും നിന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇദ്ദേഹം വീണ്ടും തിരിച്ചു കയറി കഴിഞ്ഞതിന് ശേഷവും ഇദ്ദേഹത്തിന് ഈ ഒരു ക്യാമറയുടെ കാര്യത്തിലൊന്നും ഒരു ഇതുമായിട്ടില്ല. അങ്ങനെയാണ് ഇദ്ദേഹം വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. ഇത് പോലീസ് കേസിൽ പോകരുത് എന്നായിരുന്നു ചാനലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ പ്രഷർ. അതായത് ഇത് എങ്ങനെയെങ്കിലും തീർക്കണമെന്ന്. ഈ ബിനു അടിമാലി എന്ന് പറയുന്നവൻ പാലാക്കാരൻ എന്ന് പറയുന്ന ആളുടെ ചാനലിൽ വന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാവും പറയുകയാ, എൻ്റെ മകളെ നോക്കണം, എനിക്കെൻ്റെ മകളെ നോക്കണമെന്ന്. അവൻ എന്തൊരു മര്യാദ കെട്ടവനാണ്. അവൻ്റെ ഇത്രയും സ്നേഹിക്കുന്ന മകളെ വെച്ചിട്ട് അവൻ സത്യം ചെയ്യുന്നു.
എന്നിട്ട് അവൻ പറയുന്നത് എൻ്റെ മകളാണ് എനിക്ക് വലുത് എന്ന്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യം ചെയ്തിട്ട് അത് വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വന്തം മകളെ വെച്ച് പോലും സത്യം ചെയ്യുന്നു, അതും സുഖമില്ലാത്ത മകളെ. അപ്പോൾ ഈ മകളുടെ പേരും പറഞ്ഞ് സിമ്പതിയും പറഞ്ഞിട്ടാണ് വീണ്ടും ഇദ്ദേഹം ചാനലിൽ കയറിയത് എന്നുള്ളതാണ്. വീട് വിറ്റു, കടം കൊണ്ട് വീട് വിറ്റു, എൻ്റെ മകന് പഠിക്കാൻ പോകാൻ പൈസയിലായിട്ട് എന്ന്. അതൊന്നുമല്ല, വീടൊക്കെ നല്ല വിലക്കാന്ന് വിറ്റിരിക്കുന്നത്. കൊടുക്കണം മിസ്റ്റർ 9 ലക്ഷം. ആ മനുഷ്യൻ്റെ ഉപജീവന മാർഗമായ ക്യാമറ തല്ലി പൊട്ടിച്ചതിന് ബിനു അടിമാലി കൃത്യമായിട്ടും പൈസ കൊടുക്കണം. പൈസ കൊടുത്തേ മതിയാവൂ. അല്ലാതെ താങ്കളുടെ മറ്റേ ഇതുണ്ടല്ലോ, ഇത് വെച്ച് കഴിഞ്ഞാൽ കോമഡി. ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സ്റ്റാർ മാജിക്കിൽ വേറെ ആർക്കും മിണ്ടാൻ വോയിസ് ഇല്ല. ഈ ബിനു അടിമാലി പറയുന്നതാണ് അവിടുത്തെ നിയമം. അതായത് ബിനു അടിമാലിക്ക് ആരെ വേണമെങ്കിലും കളിയാക്കാം. എന്നൊരക്ഷരം മിണ്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ഈ പ്രോഗ്രാമിൽ ഉണ്ടാവില്ല. ഇതാണ് അവിടുത്തെ നിയമം. അതുകൊണ്ടാണ് പല ആൾക്കാരും പലരെയും ബോഡി ഷെയിം ചെയ്യുമ്പോഴും അവിടെ കിടന്നിട്ട് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത്. മറ്റൊരുത്തനെ കണ്ണീര് കുടിപ്പിച്ചിട്ട് അവിടെ ആൾക്കാർ ചിരിക്കുക എന്ന് പറയുന്നത് ഒരു മനോരോഗമാണ്, ഒരു മനോരോഗത്തിൻ്റെ ലക്ഷണമാണ്. എത്രമാത്രം മനുഷ്യന്മാർ അവിടെ കിടന്ന് ചിരിച്ചു കഴിഞ്ഞാലും ചില സമയത്തൊക്കെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ബിനീഷ് ബാസ്റ്റിനൊക്കെ ഈ കളിയാക്കൽ കേട്ടിട്ട് ഇവിടെ നിൽക്കാതെ പഴയ ടൈലിൻ്റെ പണിക്ക് പോകുന്നത് തന്നെയാണ് നല്ലതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് ഇനി ഫെയിമിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇഷ്ടംപോലെ ഫെയിം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ കളിയാക്കാം, അതുപോലെ കളിയാക്കിയിട്ട് ഈ ഷാഫിക്കൊക്കെ എന്തിൻ്റെ കേടാന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് ഇങ്ങനെ ഇതുപോലെ ഈ ബോഡി ഷെയ്മിങ്ങിന് നിന്നുകൊടുക്കാൻ ഇവൻ്റെയൊക്കെ കുടുംബക്കാർ, ഭാര്യ, മക്കൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എത്രമാത്രം വിഷമം അനുഭവിക്കുന്നുണ്ടാകും. അതായത് അയ്യോ എൻ്റെ ബാപ്പയല്ലേ ഇങ്ങനെ പറയുന്നത്, അയ്യോ എന്തിനാ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ കരുതിയിട്ട് എത്രമാത്രം വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ അത്രമാത്രം ബോഡി ഷെയ്മിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇവന്മാർ ചെയ്തിട്ടങ്ങ് പോകുന്നത് എന്നുള്ളതാണ്. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഷോ ഡയറക്ടർ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. അദ്ദേഹം ബിനു അടിമാലിയെ കാണാനും തയ്യാറായിട്ടില്ല. അദ്ദേഹം അപ്പോൾ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കിയിരുന്നു. പക്ഷേ ഈ ബിനു അടിമാലി അതിൻ്റെ മുകളിലുള്ള ആൾക്കാരെ പോയി കണ്ട് കാല് പിടിച്ചിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത്. മനസ്സിലാക്കണം നിങ്ങൾ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ലക്ഷ്മി നക്ഷത്രയോടാണ്. ലക്ഷ്മി നക്ഷത്ര, ഈ ജനങ്ങൾ ഒരുപാട് പേരുടെ സ്നേഹം താങ്കൾക്ക് കിട്ടുന്നില്ലേ? ആ സ്നേഹം ഇല്ലാതാക്കരുത്. നിങ്ങൾ വായ തുറക്കണം. ഈ ഒരു സംഭവത്തെപ്പറ്റി നിങ്ങൾ വായ തുറക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ, ഇത്രയും ഗുണ്ടായുസവും വെച്ച് നടക്കുന്ന ഒരു മനുഷ്യനെ ഒരിക്കലും ഈ രീതിയിൽ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ജോലിക്ക് പോലും ബുദ്ധിമുട്ടാകും എന്നുള്ളതാണ്. കാരണം അത്രയും ഭയങ്കര ക്രൂരനായ ഒരു മനുഷ്യന് മാത്രമേ ഇങ്ങനെ തല്ലിച്ചതക്കാൻ കഴിയുള്ളൂ. ഇത്രയും ആൾക്കാർ അവിടെ ഉള്ളപ്പോഴേ ഇവൻ എത്രത്തോളം ധൈര്യം വരണമെങ്കിൽ ഇവൻ്റെ പവർ എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മളൊക്കെ ഇപ്പം ഈ റോഡ് സൈഡിൽ നിന്ന് ഒരാൾ അടി കയ്യിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മളൊക്കെ പോയിട്ട് പിടിച്ചു മാറ്റാൻ ശ്രമിക്കും. പക്ഷേ ഇവിടെയുള്ള ടീമുകൾക്ക് ഇതൊന്നും തോന്നിയില്ല. കാരണം ഒരു പാവത്തിനെയല്ലേ തല്ലുന്നത്. അവർക്കെന്ത് പ്രശ്നമാണ്? അവർക്കെന്താ പ്രശ്നം? അവർക്കുണ്ടോ ഈ നിലവിളിക്ക്? അവർക്കുണ്ടോ പ്രശ്നം? അതായത് അവർക്ക് ഷൂട്ടിങ് വേണം, പൈസ വേണം, അല്ലെങ്കിൽ ഇത് ആൾക്കാർ അറിയണം, ഫെയിം വേണം. ഇത് മാത്രമല്ലേ വേണ്ടൂ. മറ്റുള്ളവൻ്റെ ഈ കണ്ണീര് കാണുന്നത് ഈ ക്യാമറയിൽ മാത്രമല്ലേ, വേറെ ഒന്നുമില്ലല്ലോ. ഈ ക്യാമറയും കൊണ്ട് നടക്കുമ്പോഴും അയ്യോ അമ്മച്ചി എന്ന് വിളിച്ചിട്ട് വലിയ അഭിനയിക്കും. അപ്പം ജനങ്ങളെല്ലാം വിചാരിക്കും ലക്ഷ്മി നക്ഷത്രക്ക് എന്ത് സ്നേഹമാണെന്ന് ജനങ്ങളോട്, ആ ഒരു സ്ത്രീയോടൊക്കെ എന്ന് വിചാരിക്കും. പക്ഷെ ഇവരുടെയൊക്കെ മനസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇതാണ്, കല്ലാണ് മനസ്സ്. ഈ ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമാണ് ഇവരൊക്കെ നല്ലവർ. ബാക്കിയെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ മനസ്സ് സാധാരണ ഒരു ശരാശരി മലയാളി എങ്ങനെയാണ് ചിന്തിക്കുന്നത് അതുപോലെ തന്നെയാണ്. സഹാനുഭൂതി എന്ന് പറയുന്ന ഒരു സംഭവം വട്ടപൂജ്യം, അത്രമാത്രമാണ്. അപ്പോൾ ഇന്ന് പലതരത്തിലുള്ള വോയിസ് ക്ലിപ്പുകളാണ് ഇന്ന് വെളിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും തല്ലിയ കാര്യവും ശരിയാണ്, പോലീസ് കേസുള്ളതും ശരിയാണ്, ഇദ്ദേഹം ആശുപത്രി കിടന്നതും ശരിയാണ്, ക്യാമറ അടിച്ച് പൊട്ടിച്ചതും ശരിയാണ്. പക്ഷേ ഇത് ശരിയല്ല എന്ന് പറയുന്നത് ബിനു അടിമാലി മാത്രമാണ്. അപ്പോൾ നന്ദി, നമസ്കാരം. ഈ ഒരു കേസ് നമ്മൾ വിടത്തില്ല, കാരണം അദ്ദേഹത്തിന് നീതി കിട്ടണം. ബൈ ബൈ.